ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല വാഹ പിടിക്കുന്ന നല്ല കിടിലം വീഡിയോ ആണ്. അത് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കൂട്ട് തന്നെ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നോക്കട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇനിയും നല്ല കിടിലം വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ കുരിശ്ശടിയാണ് കേട്ടോ. ഈ കുരിശ്ശടിയുടെ അപ്പുറത്ത് കുറച്ച് കണ്ടൽക്കാടുകളുണ്ട്. ഈ കണ്ടൽക്കാടിന്റെ എല്ലാം ഇടയ്ക്കൂടിയായിരിക്കും നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. അതെല്ലാം നമ്മൾ വീഡിയോക്കകത്തൂടി നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണിന് കുളിർമയേകുന്ന ഒത്തിരി സാധനങ്ങൾ തന്റെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നൊന്നായിട്ട് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അന്നേരം നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടിയായിരിക്കും ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന നല്ല നല്ല കാഴ്ചകളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കും. എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, നമ്മുടെ വീഡിയോ വ്യൂ ചെയ്യുന്ന എല്ലാവരും കാണണം. അന്നേരം ഈ പച്ചപ്പും തണ്ട് അതിനകത്ത് പച്ചപ്പിനകത്ത് കുത്തു പോലെ ഇരിക്കുന്ന കൊക്കുകളൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വിടുന്നത് നമ്മുടെ കോയിവിള എന്ന നാട് തന്നെ നമ്മുടെ ഫുള്ള് പച്ചപ്പാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ വൈബുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തു. അന്നേരം നമ്മുടെ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരെ ആ കണ്ടലിന്റെ അകത്തൂടി കയറി പോകാം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു നമ്മുടെ. പക്ഷെ അത് നടന്നില്ല. അവിടെ മൊത്തം മണ്ണായിരുന്നു, വെള്ളം അവിടെ തട്ടി നിന്നുപോയി. പിന്നെ നമ്മളത് പങ്കായത്തിന് തിരിച്ചു കുത്തിയിറക്കിയതാണ്. ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറായ നിങ്ങളോടും വ്യൂസിനോടും പറയാതെ പിന്നെ വേറെ ആരോട് പറയാനാ. പിന്നെ നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആ കൊക്കു പറന്നു പോകുന്നു. അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് തരണം കേട്ടോ. ഇറങ്ങുമോ ഇല്ല സംഭവം നമ്മളവിടെ അടി പിടിച്ചത് കൊണ്ട് നമ്മൾ അതിന്റെ ഇപ്പുറത്തൂടി കറങ്ങി വരികയാണ്. നമ്മുടെ കോയിവിളയെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം കണ്ടൽക്കാടും അതിന്റെ സൗന്ദര്യങ്ങളൊക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. തണ്ട ഇതിന്റെ അകത്തൂടി ഇങ്ങനെ പോകാൻ പറ്റും. ഒരു ആർച്ച് പോലെ ഇരിക്കുകയാണ്ടോ നോക്കിയേ. നിങ്ങൾക്ക് അതിനകത്തൂടി കയറി പോകുമ്പോഴത്തേക്ക് കറക്റ്റ് അത് മനസ്സിലാവും. പിന്നെ ആ കൊക്കിന്റെ ശബ്ദവും ഈ കിളികളുടെ ഒക്കെ ശബ്ദവും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി വൈബായി. വഴി വന്നു നോക്കണം, വരുമ്പോഴേ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായ? അപ്പോൾ നമ്മൾ ദാണ്ടെ നമ്മുടെ ആർച്ചിനകത്തോട്ട് കയറി ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെ അകത്തൂടെയൊക്കെ പോയി കരിമീൻ പിടിക്കുക എന്നുള്ളൊരു പ്ലാനാണ് നമ്മുടെ. അന്നേരം നമ്മൾ ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ താണ്ടെ നോക്കി ആകാശമൊക്കെ നല്ല ഇച്ചിരി തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. അപ്പത്തേക്ക് അതിന്റെ ഒരു മേഘവും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയല്ലേ. ഗായ്സ് ആണ്ട് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ആണ് അവിടെ കരയ്ക്ക് നിൽക്കുന്നത്. നമ്മുടെ പയ്യന്മാരാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണിക്കാൻ പറ്റത്തില്ല. കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോ ഡിസ്റ്റൻസ് ഒരുപാടായി പോയി. നമ്മുടെ ഈ ക്യാമറ കൊണ്ട് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന എല്ലാം ഈ ക്യാമറയ്ക്കകത്തൂടി കാണിക്കുന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ട് അവരെ കാണിച്ചിരുന്ന ആരും ചോദിക്കരുത് കേട്ടോ. അപ്പൊ താണ്ടെ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. താണ്ടെ നമ്മുടെ സ്പോട്ടിലേക്ക് താണ്ടെ എത്താറായിട്ടുണ്ട്. ഗായ്സ് ആണ് നമ്മളിപ്പോ സ്പോട്ടിൽ എത്തിപ്പോയി. ഇതാണ് നമ്മുടെ സ്പോട്ട്. മുമ്പ് കണ്ട കൂട്ടൊരു ആർച്ച് കണ്ടോ? കൂട്ടൊരു ആർച്ച് ഇവിടെ ഉണ്ട്. അതിനകത്തൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. 2 കണ്ടലിന് നടുക്കാണ് നമ്മള് സ്പോട്ട്. നിങ്ങൾക്ക് അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി സ്പോട്ടാണ്. ഞാൻ അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് കറക്റ്റ് അതിനകത്തുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഉണ്ട്. ഇപ്പൊ ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിനകത്ത് മ്യൂസിക് കേൾക്കാൻ പറ്റില്ല. മ്യൂസിക് ചേർത്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ളത് പറയുന്നത്. പിന്നെ ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് വന്ന് പറയാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പൊ വീണ്ടും നമുക്ക് തിരിച്ചു വരാം കരിമീനിലേക്ക്. കരിമീൻ സ്പോട്ടാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ അതിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഗൈസ് ആണ്ട് ഇപ്പൊ എത്തിപ്പോയി നമ്മുടെ സ്പോട്ട് എത്തിപ്പോയി. നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം. അതിനാണ്ട് നമ്മൾ കരിമീന് വേണ്ടി തന്റെ ഇര ഉണ്ടാക്കുകയാണ്. സംഭവം വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് ഗോതമ്പൊടിയും വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചെടുക്കുന്ന തന്നെ ഇര. നമ്മൾ ഫസ്റ്റ് ചൂണ്ടയിട്ട് കൊടുത്തു, പക്ഷേ മീൻ അടിച്ചില്ല നമുക്ക്. പോയി ഗൈസ്. ഇപ്പൊ 2ാമത്തെ ഇട്ടിട്ടുണ്ട്.
ഈ എന്തോ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. കിട്ടുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു തരാം. കൊണ്ടുപോയാ ഗൈസ് കണ്ടപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രൈ ചെയ്യാണ്. നോക്കട്ടെ എന്തോന്ന് അറിഞ്ഞൂടാ. കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിഞ്ഞൂടാ. കിട്ടുകയാണെങ്കിൽ ഇതാണ്ട് ഇപ്പൊ കാണിച്ചു തരും. പൊങ്ങി വന്നില്ലേ എന്നത് പൊങ്ങി വന്നിട്ട് പോയത് ഇതിനകത്ത് കാണായിരുന്നു കറക്റ്റ്. ഗൈസ് ഒരെണ്ണം കൊത്തിയായിരുന്നു, പക്ഷെ അത് പൊങ്ങി വന്നയാ പിടിച്ച് പോയി. അതും പോയി. പോയ നമ്മൾ ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവണം അതിൻ്റെ ഒരു കഷ്ടപ്പാട്. അടിക്ക് കിട്ടിയെന്ന് പറയരുത്. അത് തന്നെ. അന്നേരം നമുക്ക് ഫസ്റ്റ് കരിമീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് വീഡിയോക്കകത്ത് എടുക്കാൻ പറ്റിയില്ല. അന്നേരം അടുത്ത കരിമീൻ പിടിക്കുന്നത് തൊട്ട് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ കണ്ണ് ചുമ്മാ നിങ്ങൾ നോക്കിയിരുന്നു കേട്ടോ. ഫസ്റ്റ് മീൻ അടിച്ചത് കിട്ടിയില്ല. രണ്ടാമത്തെ മീൻ ലൈവായിട്ട് കാണിച്ചു തരാം. സംഭവം വെള്ളം നിറയെ ഇവിടെ. മൂന്നാമത്തെ കരിമീൻ പൈസാണ്ട് ഇപ്പൊ വെള്ളം ഇറക്കം നിൽക്കുകയാണ്. അതുകൊണ്ട് കണ്ടലിനകത്ത് കൂടുതൽ ഉടക്കാനുള്ള ചാൻസ് ഉണ്ട്. നാലാമത്തെ അടി. അഞ്ചാമത്തെ ആറാമത്തെ മീൻ പിടിച്ചത് കിട്ടിയില്ല കേട്ടോ. അതാണ്ടേ ഏഴാമത്തെ ഗൈസന്റെ ചൂണ്ടയിടുന്നതിന്റെ മേൽവശം നോക്കിയേ. കണ്ടക്കാണ്ട് മേൽവശം നോക്കിയോ. എന്താ വൈബ് നോക്കിയേ. അടിപൊളി സാധനം. ഗൈസ് എന്റെ ബാക്കിൽ കൂടി ബോട്ട് പോകുന്നുണ്ടോ. അപ്പുറത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അപ്പഴത്തേക്ക് നമ്മുടെ സാമ്പ്രാണിക്കൂടി ഇല്ലേ, സാമ്പ്രാണിക്കൂടി കണക്കത്തുള്ള സംഭവം. കാലിൽ ഉപ്പിട്ടിട്ട് അത്രേ വെള്ളമുള്ളൂ. നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കൂട്ടുകാരൊക്കെ ആയിട്ടോ ഒന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അന്നേരം അതിന്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേരെ, നമ്മൾ സെറ്റപ്പ് ചെയ്യാം. അന്നേരം തന്നെ നമ്മുടെ എട്ടാമത്തെ മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. കരക്ക് വീണാലുവേ മാറില്ല, അസുഖം മാറിയിട്ടില്ല. ചുംബിക്ക് അമ്മിക്കണം. അങ്ങനെ നമ്മൾ ദാണ്ട് വേറെ സ്പോട്ടിലോട്ട് പോവാണ്. അപ്പുറത്ത് വേറെ സ്പോട്ടുണ്ട് കരിമീൻ്റെ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് ദാണ്ടെ വെള്ളം തിരിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദാണ്ടെ നേരത്തെ ചൂണ്ടയിട്ട സ്ഥലമാണതോ ഇതിന്റെ ബാക്കിൽ കാണുന്നതോ കണ്ടൽക്കാട് കണ്ടോ. ഇവിടെയാണ് നമ്മൾ നേരത്തെ ചൂണ്ടയിട്ട സ്പോട്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഇതുണ്ട് കണ്ടോ. അവിടാണ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞില്ലേ, അതവിടെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. അത് കൊള്ളാം, അത് കൊള്ളാം. അങ്ങനെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കണ്ട ഒരു ഹൗസ് ബോട്ട് വന്നു. ഹൗസ് ബോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളെന്ത് വിചാരിച്ചത് നിങ്ങളെ കൂടി കാണിക്കാന്ന് കരുതി. വേണ്ട
അന്നേരം നമ്മൾ അതിന്റെ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ചൂണ്ട നമ്മൾ ഇട്ടിട്ടുണ്ട്. ചെറിയ കരിമീന. അപ്പോൾ നമുക്ക് ദാണ്ട ഇവിടുന്ന് അടിച്ച ആദ്യത്തെ കരിമീനാട്ടോ ഇത്. അന്നേരം ദാണ്ടതാ ഇവിടുന്ന് പിടിച്ച രണ്ടാമത്തെ കരിമീനാണ് കേട്ടോ ഇത്. നമ്മളെ പിടിച്ച കരിമീനല്ല അപ്പുറത്തെ കള്ളിയിൽ കിടന്നത്, അതല്ല ഇപ്പുറത്തോട്ടാക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചൂണ്ടയ്ക്ക് ഇര കോർത്തിടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കള്ളത്തരം കാണിച്ചെന്ന് നിങ്ങൾ പറയരുത്, മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ആദ്യം മുതൽ ഇര കോർത്തിടുന്നത് മുതൽ പിടിക്കുന്നിടം വരെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ടോട്ടൽ 10 കരിമീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ കിടക്കുന്ന സ്പോട്ടിന്റെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ആൾക്കാരിത് പണിക്ക് പോകുന്നുണ്ട വെള്ളത്തില്. ഞാൻ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് 2 പോസ്റ്റൊക്കെ ഇട്ട് 2 വീഡിയോ എടുക്കാന്ന് കരുതി. എങ്ങനുണ്ട്, കൊള്ളാ? അങ്ങനെ 10 കരിമീനുമായിട്ട് നമ്മുടെ സ്പോട്ടിൽ നിന്ന് നമ്മൾ തിരിക്കുകയാണ്. നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. പക്ഷെ അങ്ങനെ ഒരു പ്ലാൻ നമുക്കില്ലായിരുന്നു. നമുക്ക് കരിമീൻ പിടിച്ചിട്ട് വരിക എന്നുള്ളൊരു പ്ലാനേ ഉള്ളായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ബോധത ഉണ്ടായി വാഹ പിടിക്കണമെന്ന്. അങ്ങനെ വാഹ പിടിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ആദ്യം നമ്മൾ അനക്കം നോക്കി വലയൊക്കെ വീശി നോക്കി, പക്ഷെ അതിനകത്തൊന്നും ഒരു ഫലം ഉണ്ടായില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമുക്ക് കിട്ടിയ കരിമീനകത്ത് ഒരെണ്ണം കൊരുത്തിട്ട് നോക്കി. അങ്ങനെ 2-3 വട്ടം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരെണ്ണത്തിനകത്ത് വാഹ കിട്ടി. ഭാഗ്യം എന്ന് പറയട്ടെ, അങ്ങനെ വാഹ കരിമീനകത്ത് പിടിക്കുന്നതല്ല, പക്ഷെ നമുക്ക് കിട്ടി. നമ്മൾ രണ്ടാമതൊരു അറ്റംപ്റ്റ് നടത്തി, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കത് കിട്ടിയില്ല. പിന്നെ നല്ലൊരു മഴ പെയ്തു. അന്നേരത്തേക്ക് പിന്നെ നമ്മളവിടെ കയറി നിന്നു. അന്നേരം പിന്നെ മഴയെല്ലാം തോന്നുന്നു. അപ്പോൾ നമ്മളത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പം ഓക്കെ, ബൈ.